സന്ധ്യയാകുമ്പോഴേക്ക് എത്തുന്നാ പറഞ്ഞ. എന്താ കാണാത്തെന്ന് അറിഞ്ഞൂടാ. നടന്ന കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. അനിയൻ സാറ് ഇത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നോ നിന്നത്? അറിഞ്ഞൂടമ്മേ. പക്ഷെ അച്ഛനെ രക്ഷിക്കാനുള്ള മാർഗം കൊണ്ടേ വരുമെന്ന് പറഞ്ഞിട്ടാ ഗോപാലമാമ പോയിരിക്കുന്നത്. ഗോപാലമാമയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ കുറിച്ച്. ആരെക്കുറിച്ച്? ചുറ്റും നിൽക്കുന്നവരെന്ന് പറയുമ്പോ അതൊന്നും നമുക്കിപ്പോ സംസാരിക്കണ്ട. ഗോപാലമാമ വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് കിട്ടിയ തെളിവ് എന്താണെന്ന് പറയട്ടെ. അതുവരെ നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾ ആരെങ്കിലും എന്റെ മുറി കയറിയായിരുന്നോ? ഇല്ല, ഞാനിപ്പോ വന്നതേയുള്ളൂ അമ്മായി. നീയോ? ഞാൻ കയറിയിട്ടില്ല. ഇവിടുള്ള ആരും കേറാതെ പിന്നെ ആരാ അത് എടുത്തോണ്ട് പോയത്? എന്റെ അമ്മായി? അനിയന്റെ കാര്യത്തിന് വേണ്ടി ചെലവാക്കാൻ ഒരു 10 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എന്റെ ബാഗിലാ വെച്ചിരുന്നേ. ബാഗ് അവിടെ തന്നെയുണ്ട്, കാശ് അതിലില്ല. പൈസ കാണുന്നില്ലെന്നോ? നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പുറത്തൊന്നും ആരും ഇങ്ങോട്ട് കയറിയിട്ടുമില്ല, അതുറപ്പാ. ഇനിയിപ്പോ വെച്ച സ്ഥലമല്ലോ മാറിയിട്ടുണ്ടാവോ? എനിക്ക് സ്ഥലമൊന്നും മാറിയിട്ടില്ല. ഞാൻ വെച്ച ഇടം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അമ്മായി, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പണം വാങ്ങിക്കുന്ന കാര്യം വേറെ ആർക്കെങ്കിലും അറിയായിരുന്നോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അച്ഛനെ കരുതിക്കൂട്ടി കുരുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് ഗോപാലമാമൻ പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും അത് എടുത്തോണ്ട് പോയതാണെങ്കിലോ? പട്ട പകൽ ഈ വീട്ടിനകത്ത് ഒരാള് കേറിയാല് ഇവിടെയുള്ള ഞാനോ ഈ ശാന്തിയോ അറിയില്ലേ? അമ്മായി വന്നേ, നമുക്ക് മുറിയിൽ എല്ലായിടത്തും പോയി നോക്കാം. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ചെന്ന് നോക്ക്. അയ്യോ, വിശ്വാസം ഇല്ലെന്നിട്ടല്ല, ഇത്രയും കാശിന്റെ കാര്യല്ലേ. എന്റെ ദൈവമേ, കയ്യും കാലും വിറച്ചിട്ട് എനിക്ക് നിക്കാൻ വയ്യ. എന്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെങ്കിൽ സുപ്രീം കോടതി എന്നും പറഞ്ഞ് വക്കീലിനെ ഇറക്കാൻ തീരുമാനിച്ചതാ. ആ കാശ ഇപ്പൊ ഇങ്ങനെയായി തീർന്നത്.